ഹായ് ട്രേഡേഴ്സ്, നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് തുടക്കക്കാർക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ഈ വീഡിയോയും ഈ ചാനലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്താൽ നമ്മൾ ലൈവ് ട്രേഡ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ട്രേഡിംഗ് വ്യൂവിലൊരു ഇൻഡിക്കേറ്ററാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചാർട്ടിലേക്ക് ആ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യാനായിട്ട് ട്രേഡിംഗ് വ്യൂവിലെ മുകളിലായിട്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ആ ടാബ് നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ട്രെൻഡ് ലൈൻ വിത്ത് ബ്രേക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ട്രെൻഡ് ലൈൻ വിത്ത് ബ്രേക്ക് ലക്സ് ആൽഗോ എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആ ഇൻഡിക്കേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചാർട്ടിലേക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡിക്കേറ്ററിൽ നമുക്കൊരു ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട് സെറ്റിങ്സിൽ. അതിനായിട്ട് നമുക്ക് ആ ഇൻഡിക്കേറ്ററിൻ്റെ ടാബ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് സ്വിംഗ് ഡിറ്റക്ഷൻ ലോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ 14 ആണ് കിടക്കുന്നത്. അത് നമുക്കത് 18ലേക്ക് ചേഞ്ച് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഷോ എക്സ്റ്റെൻഡഡ് ലൈൻ എന്നുള്ളത് ഒന്ന് അൺടിക്ക് ചെയ്യുക. കാര്യം ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ഒഴിവാകും. ഓക്കെ, അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇതാണ് ട്രെൻഡ് ലൈൻ വിത്ത് ബ്രേക്ക് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ. ഈ ഇൻഡിക്കേറ്റർ ട്രെൻഡ് ലൈൻ ഓട്ടോമാറ്റിക്കലി ഡ്രോ ചെയ്യുകയും അത് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് സിഗ്നൽ തരുകയും ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണത്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിൽ തെറ്റായിട്ടുള്ള സിഗ്നൽസ് തരാനും ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് 2 ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഈ ഇൻഡിക്കേറ്റർ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ നമുക്ക് സിഗ്നൽ തരുന്നുണ്ട്, ബൈ സിഗ്നൽ തരുന്നുണ്ട്, അതേപോലെ തന്നെ സെൽ സിഗ്നൽ തരുന്നുണ്ട്. ഇവിടേക്ക് ഒരു സെൽ സിഗ്നൽ തന്നിട്ട് നമുക്ക് നല്ലൊരു മൂവ്മെൻ്റ് ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഇൻഡിക്കേറ്റർ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ആണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിൽ തെറ്റായിട്ടുള്ള സിഗ്നൽസ് തരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സെൽ സിഗ്നൽ കിട്ടിയാലും പ്രോപ്പറായിട്ടുള്ളൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ ട്രേഡിൽ എൻട്രി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ആ സിഗ്നൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ കാണാം, ഇവിടെയൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് റീടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ നോക്കിയാൽ കാണാം നല്ലൊരു പോയിന്റ് അപ്പ് മൂവ് ഉണ്ടായിട്ടുണ്ട് ബൈ സിഗ്നലിന് ശേഷം. അപ്പം അതേപോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ റൈഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മാക്സിമം റൈഡ് ചെയ്ത് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കുക. സ്റ്റോപ്പ് ലോസ് ട്രയലൊക്കെ ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ എപ്പോഴും നമുക്കൊരു വലിയൊരു പ്രോഫിറ്റ് ഒന്നും ഇതിനകത്ത് കിട്ടണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്തും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോയും ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ നമ്മൾ ലൈവ് ട്രേഡ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.